അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1333. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. عن أبي هريرة رضي الله عنه أنه قال. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം നിക്ഷേപമാണ് ഇവിടുന്ന് പറഞ്ഞു. ഖീല യാ റസൂലല്ലാഹ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചാൽ അബൂ ഹുറൈറ തന്നെയാണ്. അബൂ ഹുറൈറ ചോദിക്കുകയാണ്, മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് ജനങ്ങളിൽ ഏറ്റവും വിജയിക്കുന്നത് ആരാണ്? തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് ഏറ്റവും വിജയം നേടുന്നത് ആരാണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് വനന്തു യാ അബൂ ഹുറൈറ അല്ലാ യസ്അൽനി അൻ ഹാദൽ ഹദീസ് അഹദുൻ അവ്വൽ മിൻക. ഈ ഹദീസിനെ തൊട്ട് ആരാണ് ശഫാഅത്ത് കൊണ്ട് വിജയിക്കുക എന്നുള്ളത് നിങ്ങൾ തന്നെയായിരിക്കും ആദ്യം ചോദിക്കുക. നിങ്ങളെക്കാൾ മുമ്പ് ഒരാളും മുൻകടക്കുകയില്ല. ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളാണ് എന്നോട് ചോദിക്കുക എന്ന് ഞാൻ ധരിച്ചു. കാരണം ഹദീസ്, കാരണം മുത്തനബി എന്ന ഹദീസ് കേൾക്കുന്നതിന് നിങ്ങളുടെ അങ്ങേ അറ്റത്ത് താല്പര്യം കണ്ടുകൊണ്ട് ഞാൻ മനസ്സിലാക്കി നിങ്ങൾ തന്നെയായിരിക്കും ഈ വിഷയത്തെ കുറിച്ച് ആദ്യം ചോദിക്കുക. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്ത് കൊണ്ടും ജനങ്ങളിൽ ഏറ്റവും വിജയം നേടുന്നത് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഖാലിസൻ മിൻ ഖൽബിഹി വ നഫ്സിഹി. ഇഖ്ലാസോടുകൂടെ ഹൃദയത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുന്നവനാണ് എന്റെ ശഫാഅത്ത് കൊണ്ട് ഏറ്റവും വിജയിക്കുന്നത്. കലിമത്ത് തൗഹീദിന്റെ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ മറ്റൊരാളുമില്ല എന്ന ആ തൗഹീദിന്റെ വചനം മനസ്സറിഞ്ഞ് അതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് ആശയം ഉൾക്കൊണ്ട് കൽബറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ചൊല്ലിയാൽ അവനാണ് എന്റെ ശഫാഅത്ത് കൊണ്ട് വിജയിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അതൊരിക്കലും നിസാരമായി കാണരുത്. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ രാജാവാണ്. ആ ദിക്ർ മനസ്സറിഞ്ഞ് നമ്മൾ ചൊല്ലണം. എത്രത്തോളം ചൊല്ലുന്നോ അത്രത്തോളം നമുക്ക് വിജയം നേടാൻ കഴിയും. ആ രൂപത്തിൽ ചൊല്ലുന്നവരാണ് ശഫാഅത്ത് കൊണ്ട് വിജയിക്കുക എന്നാണ് ഈ ഹദീസ് നൽകുന്ന പാഠം. ദിക്ർ ധാരാളം നമ്മൾ ചൊല്ലണം. 70,000 തഹ്ലീൽ ചൊല്ലിയാലും നരകമോചനം ലഭിക്കുമെന്ന് ഹദീസിലുണ്ട്. അപ്പോ അത്തരം ദിക്റുകൾ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി നാം ചൊല്ലി സ്റ്റോക്ക് ചെയ്യണം. നാം മരണപ്പെട്ട് നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചൊല്ലാൻ നാം കാത്തിരിക്കാതെ നാം തന്നെ ഏറ്റവും ചുരുങ്ങുന്ന 70,000 തഹ്ലീലെങ്കിലും നമുക്ക് വേണ്ടി നാം ചൊല്ലി വെക്കണം. ആത്മാർത്ഥമായി കൽബറിഞ്ഞ് നമുക്ക് ചൊല്ലാൻ കഴിയണം. ആ ദിക്ർ നമ്മൾ വർദ്ധിപ്പിക്കുക എന്നാൽ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ അത് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഇഖ്ലാസോടുകൂടെ ദിക്ർ ചൊല്ലി ദിക്റിന്റെ എല്ലാ നേട്ടങ്ങളും നേടിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം.